ഹലോ, ഇന്നത്തേത് ഒരു യാത്രയാണേ. എങ്ങോട്ടാണെന്നല്ലേ? പറഞ്ഞു തരാം. UK വന്നിട്ട് ഇത് 8ാം ദിവസമാണേ. ഇവിടെ സെറ്റായി വരുന്നുണ്ടെന്നൊക്കെ പറയാം. UK തന്നെ 4 രാജ്യങ്ങളുണ്ട്: ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്. ഇതറിയാവുന്നവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. എന്നാലും അറിയാത്ത എന്നെപ്പോലെ പൊട്ടക്കിണറ്റിലെ തവളകളുണ്ടെങ്കിലോ? നമ്മൾ താമസിക്കുന്നത് ഇംഗ്ലണ്ടിലാണേ. ഞാനുണ്ടല്ലോ, ആരേലും ഫിലിം കാണാൻ പോകാൻ വിളിച്ചാൽ ആരേലും അല്ല, വേണ്ടപ്പെട്ട ആരേലും, അതാണ് ശരി. ഫിലിം ഏതാന്ന് പോലും ചോദിക്കാണ്ട് അങ്ങ് പോകും. അതേപോലെയാണ് ഈ യാത്ര ആരംഭിച്ചത്. പുറത്തു പോകാം എന്ന് പറഞ്ഞു. ഞാൻ റെഡിയായി ഇറങ്ങി. എങ്ങോട്ടാ എന്ന് പറഞ്ഞുമില്ല, ഞാൻ ഒട്ട് ചോദിച്ചുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ വെൽസിലെത്തിയത്. ഇവിടുത്തെ റോഡ് യാത്ര നാട്ടിലെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സമാധാനപരമാണേ. ഹോൺ അടിച്ച് വെറുപ്പിക്കലില്ല, മത്സര ഓട്ടങ്ങളില്ല. ഒരു ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് പോളിസി. ആൾക്കാരെല്ലാം കുറച്ചുകൂടെ സമാധാനപ്രിയരാന്ന് തോന്നുന്നു. എല്ലാവരും ആണോന്നറിയില്ല, ഞാൻ കണ്ടിടത്തോളം ഓക്കെയാണ്. ഇതാണ് ഇംഗ്ലണ്ടിലെ സോമർസെറ്റിലുള്ള വെൽസ് കത്തീഡ്രൽ. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്നും ഏതാണ്ട് 1 മണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക്. 12ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതാണ് ഇതിൻ്റെ നിർമ്മാണം. ഏതാണ്ട് 850 വർഷത്തിലേറെ ഇതിന് പഴക്കമുണ്ട്. കത്തീഡ്രലിന് മുൻവശത്ത് നൂറുകണക്കിന് വിശുദ്ധന്മാരുടെയും രാജാക്കന്മാരുടെയും ദൂതന്മാരുടെയും അതിമനോഹരമായ ശില്പങ്ങൾ കാണാം. 500ഓളം ശില്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. കാലക്രമേണ കുറേയൊക്കെ നശിച്ചെങ്കിലും നൂറുകണക്കിന് ശില്പങ്ങൾ ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നു. ഗോത്തിക് സ്റ്റൈലിലാണ് കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിഡീവിയൽ ആസ്ട്രോണമിക്കൽ ക്ലോക്കാണ് ഈ കത്തീഡ്രലിൻ്റെ ഒരു മെയിൻ സവിശേഷത. ഈ തൊട്ടടുത്ത് കാണുന്നതാണ് വികാർസ് ക്ലോസ്. കത്തീഡ്രലിൽ ഗാനശുശ്രൂഷ ചെയ്തിരുന്ന വൈദികർക്കായി നിർമ്മിച്ച തെരുവേദിയാണിത്. യൂറോപ്പിൽ ഇന്നും ആളുകൾ താമസിക്കുന്ന ഏറ്റവും പഴക്കമേറിയ മിഡീവിയൽ സ്ട്രീറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ റീസ്റ്റോറേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ വീടുകളും ഒരേ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കത്തീഡ്രലിലേക്ക് വൈദികർക്ക് എളുപ്പത്തിൽ നടന്നെത്താൻ കഴിയുന്ന തരത്തിലാണ് ഈ തെരുവിൻ്റെ രൂപകൽപ്പന. ഇത് സമീപത്തുള്ള മാർക്കറ്റ് പ്ലേസ് ആണ്. ഇവിടെ കടകളും കഫേസും കല്ലുകൊണ്ടുള്ള വീടുകളുമുണ്ട്. ഈ എൻട്രൻസ് കടന്നാൽ നമുക്ക് ബിഷപ്പ് പാലസിൻ്റെ അടുത്തേക്ക് എത്താം. പാലസിൻ്റെ അകത്ത് കയറാൻ സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് ഉണ്ട്. 800 വർഷത്തിലേറെയായി ബാത്തിലെയും വെൽസിലെയും ബിഷപ്പുമാരുടെ വസതിയാണ് ഇത്. ബിഷപ്പ് പാലസിന് ചുറ്റുമുള്ള വെള്ളം ഒരു മിഡീവിയൽ മോട്ടാണ്. ഇത് പാലസിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പണ്ട് കാലത്ത് ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പാലസിൻ്റെ പുറത്തായി ഇരിക്കാനും നടക്കാനുമായി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ വെള്ളത്തിലൂടെയെല്ലാം അരയന്നങ്ങളും താറാവുകളും നീന്തി നടക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് നാച്ചുറൽ സ്പ്രിങ്സും വെൽസും ഉണ്ട്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് വെൽസ് എന്ന പേര് കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത്. പാലസിൻ്റെ അകത്തെ അരയന്നങ്ങളാണ് മറ്റൊരു സവിശേഷത. ഭക്ഷണം വേണമെങ്കിൽ ചെറിയ മണി കൊക്കുകൊണ്ട് അടിക്കുന്ന ഈ ഹംസങ്ങൾ സന്ദർശകരുടെ പ്രിയപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ്. ഞങ്ങളിവിടെ എത്തിയത് ഏതാണ്ട് ഒരു ഉച്ച സമയത്തായിരുന്നേ. അതുകൊണ്ട് തന്നെ പാലസിൻ്റെ ചുറ്റുമതിലിനോട് ചേർന്നിട്ടുള്ള ചെടികളുടെയും കല്ല് പതിപ്പിച്ച പാലസിൻ്റെ മതിലിൻ്റെയും പ്രതിബിംബം ഈ തടാകത്തിൻ്റെ വെള്ളത്തിൽ കാണാമായിരുന്നു. ആ കാഴ്ച അതിമനോഹരമായിരുന്നേ. കുറേ നേരം അതിലേ നടന്നും ഇരുന്നും ആസ്വദിച്ച് നടന്നുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. ഏതാണ്ട് സമയം 5 മണി ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോയിട്ട് ഇച്ചിരി തിരക്കുണ്ടേ. ചേച്ചി ഡ്യൂട്ടിക്ക് പോയതാണ്. ചേച്ചിയെ കൂട്ടണം. The wind hums songs at the break of day. ബ്രിസ്റ്റോൾ എയർപോർട്ടിൻ്റെ സൈഡിലൂടെയാണ് ഞങ്ങൾ തിരിച്ചു പോയത്. റീൽസിലൂടെ മാത്രം കണ്ടിരുന്ന ഒരു കാഴ്ച, റോഡും ഫ്ലൈറ്റും ഒന്നിച്ച്. ലാൻഡിങ് കാണാൻ ഫോൺ തിരിച്ചപ്പോഴത്തേക്കും ഫ്ലൈറ്റ് അപ്രതീക്ഷിതമായിരുന്നു. യാത്രകൾ തീരുന്നില്ല. അടുത്ത വിശേഷവുമായി നാളെ കാണാം. ബായ്.